ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് അനലിറ്റിക്സ് പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ബൈ ദ വേ, ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം വിസിറ്റർ ടു ദിസ് ചാനൽ, താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് റിസർച്ച് ബേസ്ഡ് ആൻഡ് അൺബയാസ്ഡ് കരിയർ ബേസ്ഡ് കോണ്ടന്റ്. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ചും അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ഇൻ കേസ് ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തില്ലെങ്കിൽ, ഐ ഹൈലി റെക്കമെൻഡ് ടു വാച്ച് ദാറ്റ്, ദെൻ വാച്ച് ദിസ് വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് അനലിറ്റിക്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, അവിടുത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അവിടെയുള്ള സാലറി പാറ്റേൺസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്. ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദെൻ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. സോ ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ US-ലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് അവിടുത്തെ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് MIT-ലെ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ദെൻ കംസ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, MS ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ബിസിനസ് അനലിറ്റിക്സ്. ദെൻ കംസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലി, MS ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിനെ US-ൽ ഏറ്റവും കൂടുതൽ ഹയർ സാലറീസ് ഹയർ ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 100+ കമ്പനീസ് ഉണ്ടെങ്കിലും ടോപ്പ് 5 മാത്രമാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മക്കൻസി, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ കമ്പനീസാണ് ഈ സെഗ്മെൻറ്റ്സിലെ ഭീമന്മാർ. ഹെവി സാലറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ 1 lakh $, അതായത് നിയർ ടു 1 crore Indian rupees പെർ ആനം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് US ഒരു ഗോൾഡ് മൈൻ തന്നെയാണ്. നമുക്ക് ഡീപ്പായിട്ട് ഏതൊക്കെ പൊസിഷൻസ് ഉണ്ട്, അവിടെ ആവറേജ് സാലറീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിസിനസ് അനലിസ്റ്റ്, സ്റ്റാർട്ടിംഗ് ഫ്രം $85,000 ടു $120,000 ആണ് ആവറേജ് സാലറീസ് വരുന്നത്. ദെൻ ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ആവറേജ് സാലറീസ് വരുന്നത് $1 lakh തൊട്ട് $150,000 വരെയാണ്. ദെൻ AI ആൻഡ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റിൻ്റെ ആവറേജ് സാലറീസ് വരുന്നത് $120,000 തൊട്ട് $160,000 വരെയാണ്. ദെൻ വൈ USA എന്നുള്ളതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് 3.5 million ജോബ്സ് ആണ് അനലിറ്റിക്സ് സെഗ്മെൻറ്റിൽ 2030 US-ൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. Now the second country in the list is Canada. Canada is a great option to study analytics subject because of 3 reasons. Growing analytics segment, അതുപോലെ തന്നെ അഫോർഡബിൾ എഡ്യൂക്കേഷനാണ് കാനഡ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർഡ് ടു US. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 2 to 3 year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വിച്ച് പൊട്ടൻഷ്യലി ലീഡ്സ് ടു PR. കാനഡയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസും പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോ, മാസ്റ്റർ ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, MS ഇൻ ബിസിനസ് അനലിറ്റിക്സ്. മഗിൽ യൂണിവേഴ്സിറ്റി, അനലിറ്റിക്സ് ആൻഡ് AI പ്രോഗ്രാംസ്. കാനഡയിൽ ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുന്ന നിരവധി കമ്പനീസ് ഉണ്ട്. അതിലെ ടോപ്പ് 5 ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഷോപ്പിഫൈ, RBC, Deloitte, IBM ആൻഡ് സ്കോഷ്യ ബാങ്ക്. കാനഡയിൽ ഈ സെഗ്മെൻറ്റ്സിലുള്ള മേജർ റോൾസും അവിടുത്തെ ആവറേജ് സാലറീസും നമുക്കൊന്ന് പരിശോധിക്കാം. ബിസിനസ് അനലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം $70,000 Canadian ടു $1 lakh Canadian ആണ് ആനുവൽ സാലറി വരുന്നത്. ഡേറ്റാ സയൻറ്റിസ്റ്റ് $90,000 to $130,000 Canadian ആണ് ആനുവൽ സാലറി വരുന്നത്. ദെൻ കംസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റ്, $110,000 CAD ടു $150,000 CAD പെർ ആനമാണ് ആവറേജ് സാലറീസ് ആയിട്ട് ഈ റോളിൽ വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ കാനഡയിലെ സ്കോപ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 32% ബിസിനസ് അനലിസ്റ്റിൻ റോൾസിലുള്ള ഗ്രോത്ത് 2030 ആകുമ്പോഴത്തേക്കും വരുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഹ്യൂജ്. നൗ ദ തേർഡ് ഡെസ്റ്റിനേഷൻ UK ബിസിനസ് അനലിറ്റിക്സ് കോഴ്സിന് ഫേവറേറ്റ് ആകുന്ന കുറച്ച് റീസൺസ് കൊണ്ടാണ്. അതിൻ്റെ മേജർ റീസൺസ്, മാസ്റ്റേഴ്സ് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന് വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയുടെ അവൈലബിലിറ്റി, എന്നാൽ കമ്പാരിറ്റീവ്ലി ലോവർ എൻട്രി റിക്വയർമെൻറ്റ്സ് പ്ലസ് 1 year ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും UK-ൽ ഉണ്ട്. അതുപോലെ തന്നെ 2 year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ UK-ൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ഓപ്ഷനാണ് സ്റ്റുഡൻസിന്. ദെൻ പല മേജർ കമ്പനീസിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനും അതുപോലെ തന്നെ UK-ലെ മറ്റ് സിറ്റീസ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ റോൾസിലുള്ള ഗ്രോത്ത് റേറ്റും UK-ൽ ഹ്യൂജാണ്. നിരവധി ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ഉള്ളൊരു ലൊക്കേഷനാണ് UK. ബട്ട് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന് UK-ലെ ടോപ്പ് 3 യൂണിവേഴ്സിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് ലണ്ടൻ ബിസിനസ് സ്കൂൾ,
MSc in Analytics and Management പ്രോഗ്രാമാണ് അവിടെ ഉള്ളത്. സെക്കൻഡ് ഈസ് യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്, MSc ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമാണ്. ദെൻ കംസ് ഇംപീരിയൽ കോളേജ് ലണ്ടൻ, ബിസിനസ് അനലിറ്റിക്സിൽ MSc പ്രോഗ്രാമാണ് അവിടെയുള്ളത്. കഴിഞ്ഞ ഒരു 2 to 3 ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന് UK ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. അത് ഗ്ലോബലി മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാംസ് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ UK തന്നെയാണ്. സോ അതുകൊണ്ട് UKയിലെ ബിസിനസ് അനലിറ്റിക്സ് മാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ വൺസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ UKയിൽ ഒരു Tier 2 ലെവലിൽ, കാരണം Tier 1 യൂണിവേഴ്സിറ്റീസിൽ ലെസ് ദാൻ 5% സ്റ്റുഡൻസിനെ അഡ്മിറ്റ് കിട്ടുകയുള്ളൂ. Tier 2 എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, ബട്ട് കുറച്ചുകൂടെ എളുപ്പമാണ് അവിടെ നമുക്ക് അഡ്മിറ്റ് കിട്ടാൻ. സോ ആ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു മസ്റ്റ് ചെക്ക് ഇറ്റ്. UKയിൽ നിരവധി കമ്പനീസാണ് ബിസിനസ് അനലിസ്റ്റ് റോൾസിലേക്ക് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. സോ അതിൽ മേജർ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് HSBC, PwC, Barclays, Amazon and KPMG. Now, average salaries in UK. നമ്മൾ മറ്റ് പല സെഗ്മെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ UKയിലെ ഏറ്റവും ഹയസ്റ്റ് സാലറീസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെഗ്മെൻ്റ് ആണ് ബിസിനസ് അനലിറ്റിക്സ്. സോ വി ക്യാൻ ലുക്ക് ഡീപ്പർ ഇൻ ടു ഇറ്റ്. സ്റ്റാർട്ടിങ് വിത്ത് ബിസിനസ് അനലിസ്റ്റ് റോൾ, £45,000 to £75,000 പെർ ആനമാണ് ഈ ഒരു റോളിന് ആനുവൽ സാലറി ആയിട്ട് വരുന്നത്. ദെൻ ഡേറ്റ സയൻറ്റിസ്റ്റ് £60,000 to £90,000 ആണ് ആനുവലി ആവറേജ് സാലറീസ് ആയിട്ട് ഈ ഒരു റോളിന് വരുന്നത്. ദെൻ കംസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റ്, അവിടെ £80,000 to £120,000 ആണ് ആനുവൽ സാലറി ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ബിസിനസ് അനലിറ്റിക്സ് കോഴ്സിന് UKയിലുള്ള സ്കോപ്പ്, അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ തന്നെ മോർ ദാൻ 1 million ജോബ്സ്, അതായത് 10 lakhന് മേളിലുള്ള ജോബ്സ് ആണ് 2030 UKയിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വെരി ഹ്യൂജ്. സോ നെക്സ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെങ്കിൽ അപ് ടു 5 year PSW, ദെൻ ഹൈ സാലറീസ്, അറ്റ് ദ സെയിം ടൈം ബിസിനസ് അനലിറ്റിക്സിലുള്ള നല്ല റോൾസും, ഇതാണ് ഓസ്ട്രേലിയയെ വ്യത്യസ്തമാക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഈ സെഗ്മെൻറ്റ്സിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസും അവിടെയുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് മാസ്റ്റർ ഓഫ് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, MS in ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാം ഇൻ മൊണാഷ് യൂണിവേഴ്സിറ്റി, മാസ്റ്റർ ഓഫ് ഡേറ്റാ സയൻസ് പ്രോഗ്രാം ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി. ബിസിനസ് അനലിസ്റ്റിനെ ഹൈ സാലറിയോടുകൂടി ഹയർ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ റിക്രൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കോമൺവെൽത്ത് ബാങ്ക്, NAB, Telstra, Accenture and Volkswagen. Now let's have a look at average salaries for business analytics roles in Australia. Starting with business analyst, Australian dollar $80,000 to $120,000 per year ആണ് ആവറേജ് സാലറീസ് ആയിട്ട് വരുന്നത്. Then comes data scientist, ആവറേജ് സാലറീസ് വരുന്നത് $1 lakh to $150,000 Australian dollars ആണ്. Then comes AI and machine learning analyst, $120,000 to $180,000 Australian dollars ആണ് ആനുവൽ സാലറീസ് ഈ ഒരു റോളിൽ വരുന്നത്. ഓസ്ട്രേലിയയിൽ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും 40% ഗ്രോത്ത് റേറ്റ് ആണ്. സോ ദാറ്റ് ഈസ് വെരി ഹ്യൂജ്. നൗ ദ നെക്സ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ജർമ്മനി. എന്തുകൊണ്ട് ജർമ്മനി എന്നാൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എന്നാൽ അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ ഹെവി റിക്വയർമെൻറ്റുമാണ് ജർമ്മനിയിലുള്ളത്. ഓവിങ് ടു ഇറ്റ്സ് ഓവറോൾ ഗ്രോത്ത് റേറ്റ്. നമുക്കറിയാം ജർമ്മനി വേൾഡിൽ ലീഡിങ് ഒരു എക്കണോമിയാണ്. സോ ജർമ്മനിയിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മേജർ പ്രോഗ്രാം ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ച്, MSc ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഡേറ്റാ സയൻസ്. ദെൻ കംസ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ഫിനാൻസ്, MSc ബിസിനസ് അനലിറ്റിക്സ്. ദെൻ കംസ് യൂണിവേഴ്സിറ്റി ഓഫ് മാൻഹൈം, MS in ഡേറ്റാ സയൻസ്. ജർമ്മനിയിൽ ഡേറ്റ അനലിറ്റിക്സ് റോൾസിലേക്ക് ഹയർ ചെയ്യുന്ന മേജർ കമ്പനീസ് എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ നിരവധിയാണ്. എന്നാലും അതിൽ ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് SAP, BMW, Siemens, Deutsche Bank ആൻഡ് ബോഷ്. ആവറേജ് സാലറീസ് ഇൻ ജർമ്മനി, ഇതിൻ്റെ ഓരോ റോൾസിലും എത്രയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ബിസിനസ് അനലിസ്റ്റ്, €50,000 to €80,000 പെർ ആനമാണ് ഈ ഒരു റോൾസിന് ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. ദെൻ ഡേറ്റാ സയൻറ്റിസ്റ്റ് റോളിന് €70,000 to €1 lakh ആണ് ആവറേജ് സാലറീസ് വരുന്നത്. AI ആൻഡ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റിന് €90,000 to €130,000 ആണ് ആനുവൽ
ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. ജർമ്മനിയിലെ ഫ്യൂച്ചർ സ്കോപ്പിനെ പറ്റി പറയുമ്പോൾ പ്രസൻറ്റ് സ്കോപ്പിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം പ്രസൻറ്റ് സ്കോപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് പോലും ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതായത് ജർമ്മനിയിൽ ചെന്നിട്ട് തന്നെ ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താം. പ്രത്യേകിച്ച് ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിൽ ഓവിങ് ടു ദ എന്താ പറയുക, ഈ എൽഡർലി ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് ഏജ് അടുത്ത് നിൽക്കുന്ന ഒത്തിരി പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അതുകൂടാതെ തന്നെ നിലവിലുള്ള സ്റ്റാറ്റ്സിൻ്റെ പ്രൊജക്ഷൻ വെച്ചിട്ട് 2030 ആകുമ്പോൾ ഏകദേശം 5 lakh ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ ഷോർട്ടേജ് ആണ് പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഹ്യൂജ് ഇൻ നമ്പർ. ഫ്രാൻസും ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷന് ടോപ്പ് ഒരു ഡെസ്റ്റിനേഷനാണ്. ബട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള കൺട്രീസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസ് ഒമിറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ഫ്രാൻസ് ഈസ് നോട്ട് in among the top in the list. So next country in the list is Singapore. 3 important reasons കൊണ്ടാണ് സിംഗപ്പൂരിനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. റീസൺ നമ്പർ 1, സിംഗപ്പൂർ ഈസ് എ റൈസിംഗ് ഹബ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. സെക്കൻഡ്, വേൾഡിലത്തെ നല്ല വേൾഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ തന്നെ ക്യാമ്പസ് സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് ടെക് സെഗ്മെൻറ്റ്സിൽ ഹൈ പേയിങ് ജോബ്സും സിംഗപ്പൂരിൽ അവൈലബിൾ ആണ്. സോ സിംഗപ്പൂരിലെ മേജർ യൂണിവേഴ്സിറ്റീസും അവിടുത്തെ പ്രോഗ്രാംസും നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ NUS, MSc in ബിസിനസ് അനലിറ്റിക്സ്, നാനിയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, MSc in അനലിറ്റിക്സ്, സിംഗപ്പൂർ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി, MSc in ബിസിനസ് അനലിറ്റിക്സ്. സിംഗപ്പൂരിലെ ബിസിനസ് അനലിറ്റിക്സ് സെഗ്മെൻറ്റിൽ ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് DBS ബാങ്ക്, ഗ്രാബ്, അക്സെഞ്ചർ, ഗൂഗിൾ ആൻഡ് PwC. സിംഗപ്പൂരിലെ ആവറേജ് സാലറീസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിസിനസ് അനലിസ്റ്റ് റോൾ 70,000 to 1 lakh സിംഗപ്പൂർ ഡോളറാണ് ആനുവൽ ആവറേജ് സാലറി ആയിട്ട് ഈ റോളിൽ വരുന്നത്. ദെൻ കംസ് ഡേറ്റാ സയൻറ്റിസ്റ്റ് 90,000 to 1,40,000 സിംഗപ്പൂർ ഡോളേഴ്സാണ് ആവറേജ് ആനുവൽ സാലറി ആയിട്ട് ഈ ഒരു റോളിൽ വരുന്നത്. ദെൻ കംസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റ് 1,10,000 to 1,60,000 സിംഗപ്പൂർ ഡോളേഴ്സാണ് ആനുവലി ആവറേജ്. സിംഗപ്പൂരിൽ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഏകദേശം $500 million സിംഗപ്പൂർ ഡോളർ അല്ല US ഡോളേഴ്സാണ് AIയും ബിസിനസ് അനലിറ്റിക്സ് സെഗ്മെൻറ്റിൽ ഏകദേശം 2030 സിംഗപ്പൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഹ്യൂജ്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ കമ്പാരിറ്റീവ്ലി ഹയർ റേറ്റ് ഓഫ് എംപ്ലോയബിലിറ്റി ഉണ്ടാകും. സോ നല്ല പ്രൊഫഷണൽസ് ആണോ, സിംഗപ്പൂർ ഈസ് ഗോയിങ് ടു ബി എ റോക്കിംഗ് ഡെസ്റ്റിനേഷൻ ഫോർ ബിസിനസ് അനലിറ്റിക്സ് റോൾ. ടു സമ്മറൈസ്, നിങ്ങളൊരു ഹൈ പേയിങ്, അതായത് നല്ല സാലറി ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദെൻ USA ആൻഡ് UK ഷുഡ് ബി ടോപ്പ് ഇൻ യുവർ ലിസ്റ്റ്. ഇനി അതല്ല അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാനഡയും ജർമ്മനിയുമാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ടോപ്പിൽ വരുന്നത്. ഇനി ബിസിനസ് അനലിറ്റിക്സ് സെഗ്മെൻറ്റിൽ ഒരു ഗ്രോയിങ് കൺട്രിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദെൻ സിംഗപ്പൂർ ആൻഡ് ഓസ്ട്രേലിയ ഈസ് എമംഗ്സ് ദ ടോപ്പ്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കൺട്രിയോ പുഷ് ചെയ്യാതെ കരിയർ ബേസ്ഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് വഴി റൈറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് റൈറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ബുക്ക് ഫോർ എ ഫ്രീ കൺസൾട്ടിങ് സെഷൻ വിത്ത് അസ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡഡ് ആണ്. ഇനി അതല്ല ഓവർസീസ് മാസ്റ്റേഴ്സിന് പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ then I highly recommend to attend our overseas master class. Why? Because overseas masters കഴിഞ്ഞിട്ട് നല്ലൊരു ജോബ് എത്താൻ, നല്ലൊരു കരിയറിൽ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക്. സോ എത്ര ടഫ് ജോബ് മാർക്കറ്റിലും എങ്ങനെ നല്ലൊരു ഹൈ പേയിങ് കരിയറിൽ അല്ലെ ജോബിൽ എത്താമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷനാണത്. സോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.